പ്രിയപ്പെട്ട 9ാം ക്ലാസ്സുകാരെ, നിങ്ങളുടെ മിഡ് ടേം എക്സാമിൽ ഉറപ്പായും ചോദിക്കാൻ പോകുന്ന ചില ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഞാനും നമ്മുടെ മനസ്സാർ ഇവിടെ എത്തിയിരിക്കുന്നത്. തുടങ്ങിയാലോ? അപ്പൊ ഒന്നാമത്തെ ചോദ്യം, യെസ്, ഈ പ്രോബ്ലം ചെയ്യുമ്പോ ഈ ചിത്രം നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കി വെക്കുക. ഡിവിഡ് ഇത് പോകുന്നുണ്ട്. ചോദ്യം എങ്ങനെയാണ്? വിച്ച് ആർ ദ മീഡിയംസ് ത്രൂ വിച്ച് ദ ലൈറ്റ് ഈസ് പാസിംഗ് ഇൻ ദ ഫിഗർ. അതായത് താഴെ തന്നിരിക്കുന്ന ഈ ചിത്രത്തിൽ പ്രകാശം ഏതെല്ലാം മാധ്യമങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്? നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഈ പ്രകാശം ആദ്യം എയർ നിന്ന് വായുവിൽ നിന്ന് വരുന്നു, അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു? വെള്ളത്തിലേക്ക്, ജലത്തിലേക്ക് അഥവാ വാട്ടറിലേക്ക് പോകുന്നു. അപ്പൊ രണ്ട് മീഡിയം എന്ന് പറഞ്ഞാൽ എയറും വാട്ടറും അല്ലെങ്കിൽ വായുവും ജലവുമാണ് എന്നുള്ള കാര്യം ക്ലിയർ ആണ്. What happened to the ray of light? ഈ പ്രകാശരശ്മിക്ക് എന്താണ് സംഭവിച്ചത്? അത് വളഞ്ഞു, ബെൻഡിങ് ഉണ്ടായി. അതിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. യെസ്, ഓക്കെ, നമുക്ക് നോക്കാം. ഇതിന്റെ കാരണമായ പ്രതിഭാസം എന്ത് ചെയ്യണം? നമ്മൾ വിശദീകരിക്കണം, എക്സ്പ്ലെയിൻ ചെയ്യണം. യെസ്, when a light is entered from one medium to another medium. കുറച്ചുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയണം? when a ray of light entering obliquely from one transparent medium to another transparent medium, yes, എന്താ സംഭവിക്കുക? its path undergoes a deviation at the surface of separation. അവിടെ നിന്നാണ് ഉണ്ടാവുന്നത്, മനസ്സിലാക്കി വെക്കുക. യെസ്, അല്ലെങ്കിൽ എങ്ങനെ പറയാം മലയാളത്തിൽ? പ്രകാശം ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്ന് മറ്റൊരു പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മാധ്യമത്തിലേക്ക് യെസ്, മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് പ്രകാശത്തിന് ഒരു വ്യതിയാനം സംഭവിക്കുന്നു. അതിന് വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇതാണല്ലേ ക്വസ്റ്റ്യൻ ആണ്. Arrange the mediums water, diamond, glass, air in the increasing order of their optical density. താഴെ തന്നിരിക്കുന്ന മാധ്യമങ്ങളെ പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക എന്നാണ് പറഞ്ഞത്. യെസ്, ജലം, വജ്രം, ഗ്ലാസ്, വായു ആണ്. അപ്പൊ കൂടി വരുന്ന ക്രമം എങ്ങനെ ആലോചിച്ച് നോക്കുക? നിങ്ങൾ കട്ടിന്റെ ക്രമത്തിൽ ആലോചിച്ചാൽ മതി. ഏറ്റവും കട്ടി കുറവുള്ളതിന് പ്രകാശിക സാന്ദ്രത ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെന്ന് ഓർത്ത് വെക്കുക. ഇത് ഐഡിയ ആണ് കേട്ടോ, അല്ലെ? ഇത് ഐഡിയ ആണ്. നിങ്ങൾ ശരിക്കും അങ്ങനെയല്ല, നിങ്ങൾ ഓർത്ത് വെക്കുള്ള ഐഡിയ പറഞ്ഞിരുന്നത്. ഏറ്റവും കട്ടി കുറവുള്ള ആരാ? എയർ അഥവാ വായു ആണ്, അല്ലെ? വായുവിനേക്കാൾ കൂടുതലാണ് ഇവിടെ പ്രകാശിക സാന്ദ്രത. പറയൂ, വാട്ടറിൽ കൂടുതലാണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. അതിലും കൂടുതലാണ് എവിടെ? ഗ്ലാസ്സില്. അപ്പൊ ഏറ്റവും കട്ടിയുള്ള ആർക്കാന്ന് ആലോചിക്ക്? ഡയമണ്ട് അഥവാ വജ്രമാണ്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് വരിക ഡയമണ്ട് അഥവാ വജ്രം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാൽ എന്ത് സംഭവിക്കും? സ്പീഡ് ഓഫ് ലൈറ്റ് കുറയാണ് ചെയ്യാൻ മനസ്സിലാക്കി വെക്കണം കേട്ടോ. പ്രകാശ വേഗത കുറയാണ് ചെയ്യാന്ന് മനസ്സിലാക്കി വെക്കുക. അത് പല കുട്ടിയും കൺഫ്യൂഷൻ ആണ്. ഇപ്പൊ നിങ്ങൾ പഠിച്ചോളൂ. സ്പീഡ് ഏറ്റവും കൂടുതലും ഡയമണ്ട് സ്പീഡ് ഏറ്റവും കുറവായി. വാട്ട് ഈസ് ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് എ മീഡിയം? എന്താണ് പ്രകാശിക സാന്ദ്രത? യെസ്, എന്താണ് പ്രകാശിക സാന്ദ്രത? മക്കളെ, പ്രകാശം ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ മാധ്യമത്തിന് പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. The capacity of a medium to influence the speed of light. ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണെന്ത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശിക സാന്ദ്രത. അത് ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഏറ്റവും കൂടുതലുള്ളത് ഡയമണ്ടിന് അഥവാ വജ്രത്തിനാണെന്നുള്ള കാര്യം മറന്നു പോകാൻ പാടില്ല. എയർ അഥവാ വായുവിനാണ്. യെസ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡെഫിനിഷൻ ആണ്. ഓക്കെ, വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? അപവർത്തനാങ്കം എന്നാൽ എന്ത്? അപവർത്തനാങ്കവും പ്രകാശത്തിന്റെ വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള വേഗതയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? How speed of light in different mediums depends on refractive index of that medium. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തിനൊന്നുകൂടി പറയാൻ നമുക്ക്. ഒന്നുകൂടി പറയൂ. If refractive index increases, what happened? എന്താ സംഭവിക്കുക? സ്പീഡ് ഓഫ് ലൈറ്റ് ബിക്കം ഡിക്രീസസ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാൽ കൺസെപ്റ്റ് കൂടിക്കഴിഞ്ഞാൽ എന്നും കൂടെ കൂടും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതെന്താ ചോദിച്ചു കഴിഞ്ഞാല് ബെൻഡ് ചെയ്യിപ്പിക്കാനുള്ള കഴിവാണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കേട്ടോ. അപ്പൊ അതും കൂടും. പക്ഷേ ഇത് രണ്ടും ഒരേ അനുപാതമാണെങ്കിലും എന്താണ് തിരിഞ്ഞു വരിക? സ്പീഡ് ഓഫ് ലൈറ്റ് നേരെ തിരിഞ്ഞു വരും. പ്രകാശ വേഗത കുറയും. ചുരുക്കി പറഞ്ഞാല് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടും. അപ്പൊ എന്ത് കുറയും? സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. യെസ്, അപ്പൊ പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ എന്ത് ചെയ്യും? അപവർത്തനാങ്കം കൂടും. അപ്പൊ പ്രകാശത്തിന്റെ വേഗത കുറയും. അപ്പൊ എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം
ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. യെസ്, അവിടെ ഉണ്ട്. അതായത് പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിന്റെ അപവർത്തനാങ്കം എന്നുള്ളത് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, യെസ്. ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനുണ്ട്. എന്നാലും സാർ എഴുതി വെച്ചോളൂ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം അല്ലെ, അല്ലെങ്കിൽ വായുവിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത ഹരിക്കണം മാധ്യമത്തിലെ പ്രകാശത്തിന്റെ വേഗത. ഓക്കെ, അടുത്തത് write any practical application of total inter-reflection in your day-to-day life. പൂർണ്ണാന്തര പ്രതിപതനം ഉപയോഗപ്പെടുന്ന സന്ദർഭങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന എവിടേക്കാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? നോക്കാം. ഒന്നാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ എൻഡോസ്കോപ്പി, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സംഭവമാണ് എന്ത്, എൻഡോസ്കോപ്പി അല്ലെ, അല്ലെങ്കിൽ ആന്തര അവയവങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എൻഡോസ്കോപ്പിയിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തര പ്രതിപതനം ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ നമ്മളെ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ ഉപയോഗിക്കുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ യൂസ് ചെയ്യുന്നുണ്ട്, റിഫ്ലക്ടറിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനത്തെ പല സ്ഥലങ്ങളും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നിത്യജീവിതം അല്ല എന്നിരുന്നാലും പട്ടാൾക്കാരുടെ നിത്യജീവിതം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പെരിസ്കോപ്പ് പഠിച്ചു വെക്കാം. ഇതേ പെരിസ്കോപ്പ് എവിടെ ഉപയോഗിക്കുന്നുണ്ട്, സബ്മറൈൻസിൽ മുങ്ങിക്കപ്പലിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. ചോദ്യം ഇതാ സാർ പറഞ്ഞല്ലേ, ഒരു പ്രോബ്ലം ചെയ്യാനുണ്ട്. കാൽക്കുലേറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്, അതായത് ഗ്ലാസിന്റെ അപവർത്തനം എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ആകെ തന്നെ ഗ്ലാസ്സിലുള്ള പ്രകാശത്തിന്റെ വേഗത മാത്രം, ഗ്ലാസ്സിലൂടെ ലൈറ്റ് എത്ര സ്പീഡ് പോകുന്നു മാത്രമേ തന്നുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ ഇപ്പുറത്തുണ്ട് ഇക്വേഷൻസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. സെറ്റ്. ഓക്കെ, നേരെ ചെയ്താൽ മതി. നേരെ ചെയ്യാം. അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, ശൂന്യതയിലെ പ്രകാശം നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. നമുക്കറിയാം 3 × 10⁸ ആണ്. യെസ്, ബൈ ഇനി നമ്മുടെ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഗ്ലാസിന്റെ പ്രകാശ വേഗം, ഗ്ലാസ്സിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത ഇവിടെ തന്നിട്ടുണ്ട്. 2 × 10⁸ ആണ്. അപ്പോൾ 10⁸ 10⁸ വെട്ടിപ്പോവും. അപ്പോൾ 3/2 = 1.5 യൂണിറ്റ് ഇടാൻ പാടില്ല കേട്ടോ. അപവർത്തനാങ്കത്തിന് യൂണിറ്റ് ഇടാൻ പാടില്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇടാൻ പാടില്ല. അടുത്തത്, which are the figures in which the ray of light enters obliquely from an optically denser medium to rarer medium? മുകളിൽ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് സഞ്ചരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചത്. ഓക്കെ, പ്രകാശിക സാന്ദ്രത കൂടിയോടത്തുനിന്ന് കുറഞ്ഞോടത്തിലേക്ക് ചെരിഞ്ഞു പോകണം. അപ്പൊ ആദ്യം നമുക്ക് ഒഴിവാക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ആദ്യം ചെരിഞ്ഞു വരാത്ത ആൾക്കാരുണ്ടല്ലോ. യെസ്, ഇനി മോളിൽ കൂടിയല്ലേ വേണ്ടത്. അപ്പൊ ഇത് ഒന്ന് പ്രകാശിക സാന്ദ്രത കൂടിയോടത്തുനിന്ന് കുറഞ്ഞോടത്തിലേക്ക് പോകണം. കൂടിയോടത്തുനിന്ന് കുറഞ്ഞോടത്തിലേക്ക് പോകണം, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് തെറ്റിക്കും. ഇത് ഇങ്ങനെയാ പോണത്, കൂടിയോടത്തുനിന്ന് കുറഞ്ഞോടത്തേക്ക്. അപ്പൊ കറക്റ്റ് ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇത് നോക്കിയാലോ, അത് കുറഞ്ഞോടത്തുനിന്ന് കൂടിയോടത്തിലേക്കാ പോണേ. ഇങ്ങനെയാ വരുന്നത് അല്ലേ. അപ്പൊ അത് പറ്റൂല. ഞാൻ ഇവിടെ ചോദിക്കട്ടെ, അവിടെ പറ്റും. ഗ്ലാസ് നേരിലേക്കാ, ഇതും പറ്റുമല്ലോ. യെസ്, ഇത് പറ്റുമോ സാറേ? അത് പറ്റൂല. എയർന്ന് ഗ്ലാസ്സിലേക്കാ അല്ലെ, അത് പറ്റൂല. അപ്പൊ ഈ 2 ഏതൊക്കെയാ പറ്റുക പറയാ, ഡിയും ബിയും. യെസ്, 2 ആൾക്കാരാണ് പറ്റുക. അടുത്ത ചോദ്യം, in this case to which direction does the refracted ray deviate? ഈ സാഹചര്യത്തിൽ ഏത് ദിശയിലേക്കാണ് വ്യതിചലിക്കുന്നത് എന്നാ ചോദിച്ചത്. ലംബത്തിന്റെ അടുത്തേക്കാണോ അല്ലെങ്കിൽ അകലേക്കാണോ ഉള്ളതായിക്കോട്ടെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ടുവേർഡ്സ് ദ നോർമൽ ആണോ അവേ ഫ്രം ദ നോർമൽ ആണോ എന്നാണ് ചോദിച്ചത്. 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഇത് ഇങ്ങനെ പോകേണ്ട ആളാ സാറേ. ഇങ്ങനെ പോകേണ്ട ആൾക്കാർ. യെസ്, പക്ഷെ അങ്ങനെയല്ല പോയത്. അതെ, അത് നോർമലിൽ നിന്ന് ലംബത്തിൽ നിന്ന് അകന്നു പോയി. യെസ്, അവേ ഫ്രം ദ നോർമൽ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ലംബത്തിൽ നിന്ന് അകലെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മക്കൾ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, choose the figures in which the refracted ray deviates towards the normal. യെസ്, അതായത് അപവർത്തന രശ്മി ലംബത്തിനോട് അടുക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇതും നോക്കണ്ട, ഇതും നോക്കണ്ട, ഇതും നോക്കണ്ട, ഇതും നോക്കണ്ട. ഇത് നോക്കിയാലോ? നോക്കാം. സാർ എങ്ങനെ പോവാണ് സാധനം? ഇങ്ങനെ പോയ ആള് പക്ഷെ ഇങ്ങോട്ടേക്ക് അടുത്തു. യെസ്, it's a right one. അതെ, ഇത് നോക്കണല്ലോ, ഇത് ഇങ്ങനെ പോകേണ്ട ആളായിരുന്നു, അടുത്തു. അപ്പൊ അതും വരും. യെസ്, ഈ 2 യെസ്, സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തത്, choose the figures in which the refracted ray has no deviation. അപവർത്തന രശ്മിക്ക് യാതൊരു തരത്തിലും വ്യതിയാനം സംഭവിക്കാത്ത ചിത്രം ഏതാണ്? നേരത്തെ തന്നെ പോയത് ഏതാ നോക്കിയാൽ മതി. സിമ്പിൾ അല്ലേ? ഏതൊക്കെയാ നേരത്തെ തന്നെ പോയത്? അതും ഇതും. യെസ്, ഇതും.
അതായത് സിയും ഇയും. ഞങ്ങൾ രണ്ടുപേർക്കും നല്ല ചുമയാണ്, ഇടയ്ക്കിടയ്ക്ക് ചുമയൊക്കെ വരുന്നുണ്ട്, എല്ലാവരും സഹിക്കുക. പക്ഷേ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നു കേട്ടോ. യെസ്, അടുത്തത്. Which of the above figures represent total internal reflection? താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണാന്തര പ്രതിപതനം സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. മക്കളെ, പൂർണ്ണാന്തര പ്രതിപതനം എന്താ? പൂർണ്ണാന്തര പ്രതിപതനം എങ്ങനെ മനസ്സിലാക്കുക? ലൈറ്റ് വന്നോടത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം, വന്നോടത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം. നോക്കി, ഈ ചിത്രങ്ങളിൽ ഏതാ വന്നോടത്തിലേക്ക് തിരിച്ചു പോകുന്നു നോക്കുക. If the incident angle of the ray is greater than the critical angle, ക്രിട്ടിക്കൽ കോണിനെക്കാട്ടും കൂടിയ അളവിൽ ആര് വരേണ്ടതുണ്ട്? നമ്മുടെ രശ്മി വന്ന് പതിക്കണം. അപ്പൊ അതേ മാധ്യമം തിരിച്ചു വരിക ചെയ്യാം. സാറേ, വാട്ടർ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാ? 48.6 ആണ്. 48.6. അപ്പൊ അതിൽ കൂടുതൽ ഉണ്ടല്ലോ. അതെ. അപ്പൊ ഇത് 51 ഉണ്ട് മക്കളെ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും? തിരിച്ചു പോരും. അപ്പൊ ഇവിടെ എന്തുണ്ട്? ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്, പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കുന്നുണ്ട്. മക്കളെ, ഇത് നോക്കൂ, 48.6 ഉള്ളത്. ശരിക്കും എന്താണ്? ഇത് ക്രിട്ടിക്കൽ ആംഗിൾ കാണിക്കുന്ന ചിത്രമാണ്. യെസ്, 48.6 ആണ്. ഇത് 32 ഉള്ളൂ സാറേ. ഗ്ലാസ് അല്ലേ ഇത്? ഗ്ലാസ്സിന് 42 ക്രിട്ടിക്കൽ കോഡ് എന്ന് പറഞ്ഞാല്. ഇവിടെ ശരിക്കും അപവർത്തനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ നടന്നിട്ടുണ്ട്. യെസ്, ഇവിടെ കറക്റ്റ് 42 തന്നിട്ട്. അപ്പൊ ഗ്ലാസ്സിന് 42 ആണ്. ഉത്തരം ഏതാണ് മക്കളെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ഇതുണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ ഒരാളുണ്ടോ? 42. ഇത് 44 മക്കളെ. 44 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? അത് അപ്പൊ നിങ്ങൾ നോക്കണെന്താ? സിമ്പിൾ ആയിട്ട് ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കുന്ന ചിത്രം സെലക്ട് ചെയ്യാൻ പറഞ്ഞാല് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തന്നെ വരുന്നുണ്ട് നോക്കുക. ആണോ? ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തന്നെ വരുന്നുണ്ട് നോക്കുക. ആ ചിത്രമായിരിക്കും ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തര പ്രതിഫലനം കാണിക്കുന്നത്. ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ കണക്കാക്കെ. വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ്? ഓൾറെഡി എത്രയാണ്? 42 ആണ്. സിമ്പിൾ. വാട്ടർ ആണെങ്കിലോ 48.6 ആണ്. അത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. യെസ്, അപ്പോൾ ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. മക്കൾ എന്ത് ചെയ്യുക? ഇതൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക, അതിനുശേഷം മാത്രം ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി കേട്ടോ. നിർബന്ധമാണ്. പിന്നെ ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടന്റ് വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ഈ ഒരു വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.